വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്കൊരു ബീഫ് ബിരിയാണി ഉണ്ടാക്കാനായിട്ടൊന്ന് ശ്രമിക്കാം. ബീഫ് ബിരിയാണിക്ക് സവാളയും പച്ചമുളകും തക്കാളിയൊക്കെ ഇട്ട് മസാലപ്പൊടികളൊക്കെ ചേർത്തൊന്ന് വയറ്റിയെടുത്തതിന് അതിലേക്ക് നമ്മൾ ബീഫിന്റെ ചാറും വേവിച്ച ബീഫിന്റെ ചാറും അതിനുശേഷം നമ്മൾ കുറച്ച് കഷ്ണങ്ങളൊക്കെ ഇട്ട് ഒന്നും കൂടി നമ്മളൊന്ന് അടച്ച് വേവിക്കുന്നുണ്ട്. ആ ഗ്രേവിയും കാര്യങ്ങളൊക്കെ ഒന്ന് മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട്. അതിലേക്ക് നമ്മളൊന്ന് മല്ലിയിലേക്ക് കൂടി ചേർത്ത് ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ സംഭവം ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വരും. അതിനർത്ഥം ബീഫിന്റെ കറി റെഡിയായി എന്നുള്ളതാണ്. അടിപൊളി ഗ്രേവി ആയിരുന്നു, നല്ല ഗംഭീരമായിട്ട് ആ ഗ്രേവി സെറ്റായി. പിന്നെ നമുക്കിനി ചോറ് വെക്കണം, ബിരിയാണി വെക്കണം. നമ്മൾ നേരെ കറുകപ്പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, കുരുമുളക് എല്ലാം നമ്മൾ അതിനകത്ത് ഒരു വെളിച്ചെണ്ണയിൽ നമ്മളൊന്ന് വഴറ്റി അതിലേക്ക് നമ്മൾ കുതിർത്തി വെച്ച റൈസ് ഇട്ടു. ഒരു കപ്പിൽ 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള നിലയിൽ നമ്മൾ വെള്ളം ഒഴിച്ചു. അപ്പോൾ ഈ ലെവലിൽ നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അടച്ചു വെച്ചിട്ട് ഇതുപോലെ വരട്ടെ എന്ന് കരുതി അങ്ങനെ തുറന്നു കഴിഞ്ഞപ്പോൾ സംഭവം സക്സസ് ആണ്. കറക്റ്റായിട്ട് വെന്ത് ആ പരുവത്തിൽ സംഭവം കിട്ടിയിട്ടുണ്ട്. നമ്മൾ വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നതാണ്. വേറെ ഇതിനകത്ത് പല രീതിയിൽ പലരും പലതരത്തിലായിരിക്കും ബിരിയാണി വെക്കുന്നത്. നമ്മൾ അതിലേക്ക് കുറച്ച് നെയ്യും ഇട്ട് ഒന്ന് ഇളക്കി അതിലേക്ക് നമ്മൾ സവാളയൊക്കെ നമ്മളൊന്ന് മുരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതും കുറച്ച് കാഷ്യൂം ഇട്ടും പിന്നെ മല്ലിയിലേക്ക് ഇട്ടും നമ്മളൊന്ന് മിക്സ് ചെയ്ത് വളരെ സിമ്പിളായിട്ട് നമ്മളൊരു ബിരിയാണി ഉണ്ടാക്കി. അതിനകത്തേക്ക് നമ്മൾ ബീഫിന്റെ കുറച്ച് ഗ്രേവിയും കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് ഇളക്കി കഴിഞ്ഞപ്പോൾ ഒരു കളറൊക്കെ ഒന്ന് മാറി വന്നു. സംഭവം അടിപൊളി. ബീഫിന്റെ കറി, എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന ആ കറി ഒപ്പം ആ റൈസും ഒക്കെ ഇട്ട് നമ്മളൊന്ന് സംഭവം പോലെ സിമ്പിളായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് സംഭവം ഗംഭീരം, അടിപൊളി, സിമ്പിളായിട്ട് ഒരു ബിരിയാണി. ഞാനിതിന് എടുത്ത സമയം എന്ന് പറയുന്നത് 1/2 മണിക്കൂറാണ്. അതെല്ലാം കൂടി ഒരു 1/2 മണിക്കൂർ കൊണ്ട് ബിരിയാണി റെഡിയായി എന്നുള്ളതാണ്.